ശാരിക എന്തൊക്കെയായിരുന്നു കുറുവാ സംഘം, ഗിജി ഗാങ്, അവസാനം എന്തായി കള്ളൻ കപ്പലിൽ തന്നെ എല്ലാ പവനായി അവസാനം ശവമായി. അതെ, അതാണ് ഇവിടുത്തെ അവസ്ഥ. വെറുതെ കുറെ നേരം കുറുവാ സംഘത്തെ കുറിച്ച് നമ്മൾ ചർച്ച ചെയ്ത സമയം കളഞ്ഞാൽ വലിയ കാര്യമൊന്നും ഉണ്ടായില്ല. എന്നാലും ഒന്ന് ആലോചിച്ച് നോക്കൂ, സ്വന്തം അപ്പുറത്ത് ഒരു മതിലിന് അപ്പുറത്തുള്ള വീട്ടിൽ നിന്ന് 1.5 കോടിയിലധികം പൈസ, അല്ലെ 1.5 കോടിയിലടുത്ത് പൈസയും 260 പവൻ സ്വർണവും എടുത്തിട്ട് സ്വന്തം അപ്പുറത്തെ വീട്ടിൽ തന്നെ സ്വാഭാവികമായി ജീവിക്കുക. എന്നിട്ട് സ്വർണം കിട്ടിയ കള്ളനെ കിട്ടിയോ എന്ന് പോയി അപ്പുറത്തെ വീട്ടിൽ അന്വേഷിക്കുക. നമ്മുടെ കേരളത്തിൽ അത് നടക്കും. എങ്ങനെ സാധിക്കുന്നു എന്നുള്ളതാണ്. സാധിക്കും. പക്ഷെ എങ്ങനെയൊക്കെ കുട്ടിക്കരണം മറിഞ്ഞ് കളിച്ചാലും എന്തൊക്കെ ക്രൂക്കഡ് ബുദ്ധി ഉപയോഗിച്ചാലും നമ്മുടെ നാട്ടിലൊക്കെ എനിക്കൊന്നും ഇപ്പൊ സേതുരാമയ്യന്മാരുടെ കാലമാണ്. കേരള പോലീസ് വേറെ ലെവൽ. ഇനി ശിക്ഷ മാത്രം കിട്ടിയാൽ മതിയെ. എനിക്കൊന്ന് കേരള പോലീസിന്റെ ഒരു ബുദ്ധി അളക്കാൻ വേണ്ടിയിട്ടാണ് ഇവന്മാർ കളി കളിക്കുന്നത് എനിക്ക് സംശയമുണ്ട്. കാരണം നമ്മൾ എന്തിന് കേരള പോലീസിനെ കുറ്റം പറഞ്ഞാൽ പാവപ്പെട്ട അതിഥി തൊഴിലാളികളെയും അതിഥി നാട്ടുകാരെയൊക്കെ നമ്മൾ വെറുതെ ഇരുന്ന് തെറി വിളിച്ചോണ്ടിരിക്കുക. ഉറപ്പായിട്ടും ഇത് കേരളത്തിൽ നിന്നായിരിക്കത്തില്ല, നാട്ടുകള്ളന്മാരായിരിക്കില്ല. ഈവൻ നമ്മൾ പോലും പരസ്പരം ഘോരം പ്രസംഗിച്ചു നമ്മുടെ ചർച്ചയിൽ. ഇത് ഉറപ്പായിട്ടും ബംഗാളിലോ ഹരിയാനയിലോ ഏതോ മൂത്ത കള്ളന്മാരാണ്, മറ്റേ സിനിമയുടെ കാര്യമൊക്കെ ട്രെയിനിൽ വന്ന് ട്രെയിനിൽ കയറി പോയി എന്നൊക്കെ ഇവൻ എന്തിനാ റിട്ടയർഡ് IG വരെയൊക്കെ ഇരുന്ന് പറയുന്നുണ്ടായിരുന്നു അദ്ദേഹത്തിന്റെ ചാനലില്. എങ്ങനെ നമ്മൾ എങ്ങനെ പറയാതിരിക്കും. പക്ഷെ എല്ലാരും ഞെട്ടിച്ചോണ്ടി. സത്യത്തിൽ ഇയാളുടെ ബുദ്ധി എന്താ അല്ലേ, ഇയാളൊക്കെ എങ്ങനെയാണ്? പക്ഷെ ഇതിലേക്ക് വഴിത്തിരിവായെന്ന് എനിക്ക് തോന്നുന്നു. ഇതിന്റെ നേരത്തെ ഒരു നാൾ കള്ളൻ പല നാൾ കള്ളൻ ഒരു നാൾ പിടിക്കപ്പെടുമെന്ന് പഴയ പഴഞ്ചൊല്ലൊക്കെ അന്വർത്ഥമായിക്കൊണ്ടിരിക്കുകയാണ്. പുള്ളി ഇടയ്ക്കൊക്കെ ചെറിയ ചില്ലറ മോഷണങ്ങളൊക്കെ നടത്തിയിരുന്നു. പക്ഷെ ഇത് വീട്ടിലാർക്കും അറിയില്ലെന്നാണ്. ഇപ്പോൾ പ്രവാസിയായിരുന്നു. അതാണ് വേറൊരു കോമഡി. പ്രവാസികൾക്ക് മോഷണം നടത്താമല്ലോ. എന്നാലും എന്താ പറയാ, അതിനുള്ള സമയം അദ്ദേഹം കണ്ടെത്തുന്നു. അതിനുള്ള സമയം അദ്ദേഹം അതിന് മുമ്പായിട്ട് നടത്തിയ 4 ലക്ഷത്തിന് ഒരു മോഷണ കേസില് വിരലടയാളം ആയിട്ട് ആ കേസ് മാച്ചായത് കൊണ്ടാണ് അദ്ദേഹത്തിൽ നിന്ന് പിടിച്ചതെന്നാണ് പോലീസ്. ഇതിൽ നിന്ന് നൈസായി രക്ഷപ്പെടേണ്ടതായിരുന്നു. പക്ഷെ അതിൽ കുടുങ്ങിപ്പോയതാണെന്ന് തോന്നുന്നു. ഗർഭവും കള്ളവും എക്കാലവും പുറത്തു വരും, അതിലൊരു സംശയമില്ല. അതിന് നമ്മൾ എത്ര വലിയ പുരോഗമനം പ്രസംഗിച്ചാലും എത്ര ഡിജിറ്റൽ വിപ്ലവത്തിലുള്ള നമ്മുടെ നടന്നു പോയാലും ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം തത്വം അത് പ്രാവർത്തികം അല്ലെങ്കിൽ സഫലമാകുക തന്നെ ഒരു സംശയമില്ല. ലിജേഷിന്റെ കാര്യത്തിൽ അത് തന്നെയാണ് സംശയം. പക്ഷെ അയാളെ കണ്ടില്ലേ, ഒരു സാധു മനുഷ്യൻ, കണ്ടാൽ ഒരു പരമസാധു, പരമദരിദ്രൻ. ചാനലിന്റെ ക്യാപ്ഷനാണ് സാധുവായ കള്ളൻ പിടിയിൽ. വേറൊരു ക്യാപ്ഷൻ അയൽപ്പക്കാരനായ കള്ളൻ പിടിയിലാണ് എനിക്ക് മറന്നാൾ കൊടുത്തിരിക്കുന്നത്. അയൽപ്പക്കാരനായ കള്ളൻ പിടിയിൽ എന്ന് പറഞ്ഞിട്ട് എന്ത് തന്നെയായാലും പുള്ളിയുടെ ബുദ്ധി സംഭവിച്ചു. കാരണം ഒന്നാമത്തെ കാര്യം, പിന്നെ ഒരു സംശയം എനിക്ക് തോന്നുന്നത്, ഇത്രയും വീട്ടില് ഇത്രയും അബൻഡൻസ് ഓഫ് മണി കീപ്പ് ചെയ്യാനുള്ള ധൈര്യം എങ്ങനെ ഈ വ്യാപാരിക്ക് കിട്ടിയെന്നാണ് എനിക്ക് മനസ്സിലാവാത്തത്. കാരണം ഈ 1.5 കോടി അല്ലെങ്കിൽ 1,27,00,000 267 പവനും അല്ലെങ്കിൽ 260 മേളിൽ പവനും അവരുടെ ലോക്കറിൽ അയാൾ വെച്ചിട്ടുണ്ടെന്ന് ഈ കള്ളൻ അതിവിദഗ്ധമായി അല്ലെങ്കിൽ ലിജീഷ് എന്ന് പറയുന്ന വ്യക്തി അതിവിദഗ്ധമായി മനസ്സിലാക്കിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഇവർ പല ഘട്ടങ്ങളിലായി ഇവർ പുറത്ത് ടൂറിന് പോകുന്ന ആൾക്കാരാണ്, വീട് അടച്ചിടുന്നവരാണെന്ന് തീർച്ചയായിട്ടും ഈ അയൽവാസികൾക്ക് അറിയാമല്ലോ. ഇനിയിപ്പോ ഇവരെല്ലാരും പറയേണ്ടി ലിജീഷ് അധികം വർത്താനം പറയാത്തൊരു പ്രത്യേക സ്വഭാവക്കാരനാണെന്ന് പറഞ്ഞു വെക്കുന്നുണ്ട്. പക്ഷെ അതാണ് ഒരു പോയിന്റ്. ലിജീഷിന്റെ വീട്ടിൽ ഭാര്യയുണ്ട് അല്ലെങ്കിൽ മറ്റാൾക്കാരുണ്ടാവും. അവരും ഈ വീട്ടിലെ ആൾക്കാരും നമ്മൾ പൊതുവെ നമ്മുടെ വീട്ടിലൊക്കെ നമ്മള് നാട്ടിൽ നിന്ന് കുറച്ച് ദിവസം മാറി നിൽക്കുകയാണ് അല്ലെങ്കിൽ എവിടേക്കെങ്കിലും പോവാണെങ്കിൽ എന്താ ചെയ്യുക, നമ്മുടെ അപ്പുറത്തെ വീട്ടിലെ ഞങ്ങളിവിടെ ഇല്ല ഒരു കണ്ണ് വെക്കണം കേട്ടോ, വീട്ടില് ആരെങ്കിലും വരുന്നുണ്ടോ നോക്കണം കേട്ടോ. ഇനിയിപ്പോ അത് പറയാൻ പറ്റത്തില്ല. അത് മാത്രമല്ല, ഈ വ്യാപാരി വെച്ചിരിക്കുന്ന രീതി പറഞ്ഞു കഴിഞ്ഞാൽ ഇയാള് CCTV ക്യാമറ എല്ലാം മറച്ച് വെച്ച് അകത്ത് കയറുമ്പോഴും ഡ്രില്ലറൊക്കെ ഉപയോഗിച്ച് ഇയാളൊരു വെൽഡറാണ് ശരിക്കും. ഇയാളത് ഈ 1 കോടി രൂപ എടുക്കാൻ വേണ്ടിയിട്ട് ഒരു അലമാര തുറന്നപ്പോഴാണ് അതിനകത്തുനിന്ന് ഒരു ബൈ ചാൻസിൽ ഒരു താക്കോൽ, അയാൾ അങ്ങനെയാണ് പറഞ്ഞത് പോലീസ് പറയുന്നത്, താക്കോല് താഴെ വീഴുന്നു. താക്കോൽ ആ ലോക്കറിന്റെ ആയിരുന്നു. ആ ലോക്കർ ഉണ്ടായിരുന്നു ലിജീഷിന് അറിയില്ലായിരുന്നു. പാവം അറിയില്ലായിരുന്നു. എന്തായാലും പുള്ളി ഇത് ശില്പക്കറിയോ, ഇയാൾ വെൽഡർ ആയതുകൊണ്ട് അതിന്റെ ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കഴിവ് ഇയാൾ അദ്ദേഹത്തിന് വീട്ടിൽ തന്നെ എടുത്ത് കട്ടിലിനടിയിൽ വലിയ, അതായത് ഈ വ്യാപാരി കോടീശ്വരനായ വ്യാപാരിയുടെ വീട്ടിലുള്ളതിനേക്കാളും ഗ്രാൻഡ് ലോക്കറാണ് പുള്ളി വീടിനകത്തോട്ട്, അതായത് ഭൂഗർഭ ലോക്കറൊക്കെ പുള്ളി ഉണ്ടാക്കി വെച്ചത്. ഇതിൽ എനിക്ക് തോന്നിയ 2-3 കോമഡികളുണ്ട്. ഒന്ന് CCTV തിരിച്ചു വെച്ചിട്ട് നേരത്തിലേക്ക് തിരിച്ചു വെക്കുക. മോഷണം നടത്താൻ പോകുന്ന സ്ഥലത്തേക്ക് CCTV തിരിച്ചു വെച്ച് പോയി മോഷണം നടത്താൻ ആദ്യത്തെ കാരണം പുള്ളിക്ക് ബുദ്ധി കൂടിപ്പോയി. എവിടെയും തെളിവ്, ഏതൊരു കൊലപാതകത്തിലും ഏതൊരു മോഷണം എന്തൊരു കുറ്റകൃത്യത്തിലും ഒരു തെളിവ്, ദൈവത്തിന്റെ ഒരു തെളിവ് അവശേഷിക്കപ്പെടും എന്ന് പറഞ്ഞൊരു തെളിവ് കൂടെ കിട്ടിയിട്ടുണ്ട്. ഏതാ? ചിലന്തിവല. അത് കഴിഞ്ഞ് ചിലന്തിവലയിലേക്ക് വരുന്നതിന് മുന്നേ ഒരു ഉളി മറന്നു വെച്ചിട്ട് പിറ്റേ ദിവസം വീണ്ടും പോയി 2 ദിവസത്തിന് ശേഷം പുള്ളി അവിടെ പോയി എടുക്കാൻ തിരിച്ചു. പിന്നെ 3 ദിവസം ഫോൺ സ്വിച്ച് ഓഫ് ചെയ്ത് വെക്കുന്നു. അതെല്ലാം പോലീസിന് സംശയങ്ങൾ ഉണ്ടാക്കി. പക്ഷെ പോലീസ് തുടക്കം തൊട്ടേ ഈ പറഞ്ഞാൽ കണ്ണൂർ പോലീസ് ആണല്ലോ, PP ദിവ്യയുടെ കേസിലൊക്കെ ഇവർ ആകെ കൂടെ നാറിക്കിടക്കുന്ന ഒരു അവസ്ഥയാണ്. കാരണം മുക്കിൻ തുമ്പിൻ കീഴിൽ PP ദിവ്യയെ ഒളിപ്പിച്ചു. PP ദിവ്യയോട് ഒരു കുറ്റവാളിയായിട്ട് കണ്ടില്ല, പകരം പ്രൊട്ടക്ഷൻ
പ്രൊട്ടക്ഷനോടുകൂടി ഞാൻ തന്നെ എനിക്ക് തോന്നുന്നു ശില്പയോട് പറഞ്ഞു, പ്രൊട്ടക്ഷനോടുകൂടി വലിയ ജാടയിലൊക്കെയാണ് പുള്ളിക്കാരി പോലീസുകാരുടെ നടുക്കൂടെ നടന്നത്. അങ്ങനെ ഒരു അപമാനത്തിൽ നിന്ന് രക്ഷപ്പെടാനുള്ള ഒരു ഉപാധി കൂടെ. മാത്രമല്ല കുറെ ദിവസങ്ങൾ കഴിഞ്ഞിട്ട് പിന്നെ മാധ്യമങ്ങൾ ചുരണ്ടാൻ തുടങ്ങിയിരുന്നു, ഇതുവരെ കള്ളനെ കിട്ടില്ല, ഈ 300 പവൻ എവിടെ, അല്ലെങ്കിൽ 1 കോടി എവിടെ എന്ന് ചോദിച്ച് പിന്നെ മാധ്യമങ്ങൾ ചുരണ്ടാൻ തുടങ്ങി. ആ പെട്ടെന്നുള്ള എനിക്കൊന്നും അങ്ങനെ ഒരു വാർത്തയൊക്കെ പല ചാനലുകൾ വന്നതിന് ശേഷം പിറ്റേ ദിവസമാണ് കള്ളനെ കിട്ടിയെന്ന് പറഞ്ഞ വാർത്ത. അപ്പോഴും പോലീസ് പറയുന്ന SIയുടെ കൂർമ്മബുദ്ധി നോക്കണം, ചിലന്തി വല ശ്രദ്ധിച്ചു. ഈ അവരാദ്യമേ തന്നെ ഉറപ്പിച്ചിരുന്നു പരിസരങ്ങളും വീടും അറിയാവുന്ന ഒരാളാണ്, പുറത്തുനിന്നുള്ള ഒരു കള്ളനല്ല, ഒരു ഗ്യാങ് അല്ല ഇത് ചെയ്തിരിക്കുന്നവർ ആദ്യമേ ഉറപ്പിച്ചു. ആ ഒരു ബേസിലാണ് അവർ അന്വേഷണം ആരംഭിച്ചത്. അതുകൊണ്ട് തന്നെ അവർ വീടുകളെല്ലാം പരിശോധന നടത്തിയിരുന്നു. എനിക്ക് തോന്നുന്നു ഏതാണ്ട് 90 വീടുകളോട് തന്നെ അവർ പരിശോധന നടത്തിയിരുന്നു. എത്രയോ പേരുടെ മൊഴികൾ എടുത്തിരുന്നു, CCTV പരിശോധിച്ചിരുന്നു. അക്കൂട്ടത്തിൽ ഈ ലിജീഷിന്റെ വീട് പരിശോധിക്കുമ്പോൾ കട്ടിലിനടിയിൽ നിന്ന് ചിലന്തി വല എന്നവർ കാണുകയും ചെയ്തു. ആ ചിലന്തി വല കട്ടിലിനടിയിലും ചിലന്തി വല ഉണ്ടായിരുന്നു, ലിജീഷിന്റെ തലയിലും. ആ ചിലന്തി വലയാണ് പോലീസിന്റെ വഴിത്തിരിവായെന്നാണ് പറയുന്നത്. അത് ചിലന്തി വലയ്ക്കും ഒരുപക്ഷെ തുമ്പുണ്ടാക്കാമെന്ന് ഈ മോഷണത്തിലൂടെ എന്തായാലും നമുക്ക് മനസ്സിലായിരിക്കും. എന്തായാലും കേരളം കണ്ട ഏറ്റവും കണ്ണിങ് ആയിട്ടുള്ള ചിലന്തിക്കള്ളൻ മാത്രമല്ല ചില്ലിങ് ഒരു കൂളായിട്ടുള്ള ഒരു മോഷണമെന്ന് വേണമെങ്കിൽ അദ്ദേഹത്തെ പറയും. ഇത്രയും വലിയ മോഷണം നടത്തുന്ന ഒരു കൂസലും ഇല്ലാതെ ഒരു പേടിയും ഇല്ലാതെ ഇങ്ങനെയൊക്കെ എനിക്കൊന്നും നമ്മുടെ ഒരു മനുഷ്യന്റെയൊക്കെ ജനറ്റിക്സ് ഒക്കെ മാറി തുടങ്ങിയിരിക്കുന്നു. വേറൊരു ലെവലേക്ക് ആൾക്കാരുടെ ഒരു പോക്ക്, അതായത് കൊല്ലുന്നതിന് മടിയില്ല, കൊടൂരമായ മോഷണങ്ങൾ നടത്തുന്നതിന് മടിയില്ല. എന്നിട്ട് ഇപ്പൊ മലയാളി ചെയ്തിട്ട് ഇനിയിപ്പോ നമ്മൾ തമിഴ്നാടുകാരെ പാവപ്പെട്ട മറ്റേ കള്ളന്മാരൊക്കെ അതുങ്ങൾ മോഷ്ടിക്കുന്ന കേട്ടിട്ടുണ്ടോ? ആലപ്പുഴയിലൊക്കെ ഒന്ന് അരപ്പവൻ 10 ഗ്രാം അല്ലെങ്കിൽ മറ്റേ വരവ് വിലയില്ലെന്നല്ല, പക്ഷേ ഈ ഒരു എനിക്കൊന്ന് ഭീമാകാരമായിട്ടുള്ള അതും ഒറ്റയ്ക്ക് അതുങ്ങൾ ഗ്യാങ് ആയിട്ടൊക്കെ 90 പേരൊക്കെ അടങ്ങുന്ന സംഘമൊക്കെയാണ് അതുങ്ങളുടെ കയ്യിലിരിക്കുന്നത്. അവർ ഗ്യാങ് ആയിട്ട് വന്ന് അതുങ്ങളെ കടിച്ചോടിച്ച് എല്ലാ പ്രശ്നങ്ങളും ഒക്കെ ആക്കി വന്നപ്പോഴാണ് ഈ ഒരൊറ്റ ഒരാൾ, അയാളെ ധൈര്യം സംഭവിക്കുന്നത് ഒരൊറ്റ ഒരാളാണ്. കൂട്ടത്തിൽ ഇതുവരെ വേറൊരു സഹപ്രവർത്തകനുണ്ടോ എന്ന് നമുക്ക് അറിയില്ല. പുള്ളി ഒറ്റയ്ക്ക് പുള്ളിയുടെ ശരീരഭാഷയൊക്കെ കണ്ടു ഒരു മെലിഞ്ഞിട്ടുള്ള ഒരു കാഷ്വൽ ആയിട്ടുള്ള ഒരു മനുഷ്യ, കണ്ണാടിയൊക്കെ വെച്ചുള്ള ഒരു മനുഷ്യൻ. അയാളെയൊക്കെ സമ്മതിക്കണം. അയാളുടെ ഒരു മൈൻഡ് സെറ്റ് ഒക്കെ ഏത് ലെവലായിരിക്കും അല്ലേ? നമ്മളൊക്കെ സിനിമയിലൊക്കെ അദ്ദേഹം ഇതിനു വേണ്ടി പ്ലാൻ ചെയ്തിട്ടുണ്ടാവും സ്വന്തം വീട്ടിൽ. തീർച്ചയായിട്ടും എന്തായാലും നല്ല പ്ലാൻ ചെയ്തിട്ട് തന്നെയാണ് ഇത് ചെയ്തിരിക്കുന്നത്. കാരണം അതിവിദഗ്ധമായി ഇത്രയും സുരക്ഷാ വലയങ്ങൾ, ഒരു വീട്ടിലെ സുരക്ഷാ വലയങ്ങൾ ഭേദിച്ചുകൊണ്ട് അവിടെ ചെന്ന് ഇത് നടത്തണമെങ്കിൽ ഇത്രയും കാര്യങ്ങൾ ഒറ്റയ്ക്ക് കൊണ്ടുവരണ്ടേ ശില്പം? ഇത് ഗൂഗിൾ പേ ചെയ്ത് എടുക്കാൻ പറ്റില്ലല്ലോ, അക്കൗണ്ട് ട്രാൻസ്ഫർ ചെയ്യാനും പറ്റില്ലല്ലോ. ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ സാധനം 1 കോടി രൂപ ലിക്വിഡ് മണി ഇയാള് എങ്ങനെ ട്രാൻസ്ഫർ ചെയ്ത് പുറത്തേക്ക് കൊണ്ടുവന്നു? ഇത് എങ്ങനെ നന്നായിട്ട് കഷ്ടപ്പെടാം. പിന്നെ എനിക്ക് അതിലൊരു സംശയം എന്ന് വെച്ചാൽ വീട്ടുകാർക്ക് അറിയില്ല എന്ന് പറഞ്ഞാൽ എനിക്ക് നല്ല സംശയമുണ്ട്. ഇല്ല അമ്മയ്ക്ക് ഭാര്യയ്ക്ക് ഉറങ്ങിയതിന് ശേഷം ആണ് മോഷ്ടിക്കാൻ പോയത്. ചില്ലറ പൈസ ഒന്നും അല്ലല്ലോ, 5-6 രൂപയോ അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ 10 ലക്ഷം ഒന്നും അല്ല, 1,47,00,000 മോഷണം ചെയ്യാം. ഐ മീൻ ചെയ്യരുത്, മോഷണം ചെയ്യരുത്. പക്ഷെ സ്വന്തം അപ്പുറത്തെ വീട്ടിൽ നിന്ന് എങ്ങനെയാണ് ഒരാൾക്ക് അതിന് സാധിക്കുന്നത്? സാധിക്കും. അതിന് ഏറ്റവും വലിയ ഉദാഹരണമാണല്ലോ ലിജീഷ്. അത് എനിക്കത് അംഗീകരിക്കാൻ ചെയ്യാൻ പറ്റിയിട്ടില്ല. എന്ത് തന്നെ ആയാലും ഇനി കൊല കൊമ്പൻ ഏതൊക്കെ നാട്ടിൽ നിന്നുള്ള ഐഡിയാസ് കൊണ്ട് നിങ്ങൾ ഇംപ്ലിമെന്റ് ചെയ്താലും കേരള പോലീസിനെ വെല്ലാൻ ഇനി ഈ ഭൂലോകത്തിൽ മാത്രം ഈ സൂപ്പർ തന്നെ കേരള പോലീസ് സുമ്മാവാ എന്ന് ചോദിക്കുന്ന പോലെ കേരള പോലീസ് എന്ന് പറഞ്ഞാൽ ആരാ? ഇനിയിപ്പോ മറ്റേ സ്കോട്ട്ലൻഡ് യാർഡ് പോലീസ് ഒന്നുമല്ല. ഇനി നമ്മുടെ നാട്ടിൽ നിന്നൊക്കെ പിള്ളേരെ വിളിച്ചോണ്ട് പോകുമെന്ന് എനിക്ക് തോന്നുന്നത്. അതുകൊണ്ട് ഇനി കള്ളന്മാര് സൂക്ഷിക്കുക. ഇനി എത്ര കുറുവാ സംഘമായാലും കുറുവടിക്കാരായാലും ആരായാലും കേരള പോലീസ് വെറുതെ വിടത്തില്ല. നിങ്ങൾ ഇവിടെ മോഷ്ടിച്ച് നിന്നെയൊക്കെ 10 ദിവസത്തിനുള്ളിൽ പൂട്ടിയിരിക്കും. അക്കാര്യത്തിൽ ഞങ്ങൾക്ക് മലയാളികൾക്ക് പൂർണ്ണ വിശ്വാസമുണ്ട്.